ഈ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഭയങ്കര മുടക്കങ്ങളാട്ടോ. ആദ്യം ഞാൻ എഗ് വൈറ്റ് സെപ്പറേറ്റ് ചെയ്തപ്പോൾ എഗ് വൈറ്റിൽ മുട്ടയുടെ ഷെല്ല് വീഴുക. പിന്നെ ഞാൻ നോക്കുമ്പോൾ എഗ്ഗിൻ്റെ മഞ്ഞയിൽ മുട്ടയുടെ ഷെല്ല് കാണുക. പിന്നെ അതെടുത്ത് മാറ്റി. എഗ് വൈറ്റ് ബീറ്റ് ചെയ്തപ്പോൾ വെള്ളം പോലെ ഇരിക്കുക. എത്ര ബീറ്റ് ചെയ്തിട്ട് ഞാൻ ഒരു 10 മിനിറ്റ്, ഞാൻ നോർമലി എഗ് വൈറ്റ്സ് ഒക്കെ ഒരു 3 മിനിറ്റൊക്കെ ബീറ്റ് ചെയ്യാറുള്ളൂ കേട്ടോ. പക്ഷേ ഇത് 10 മിനിറ്റ് ബീറ്റ് ചെയ്തിട്ടും സെയിം അവസ്ഥ. പിന്നെ ഞാൻ എങ്ങനെയോ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അതിനെ വീണ്ടും വീണ്ടും ബീറ്റ് ചെയ്ത് ഞാൻ ചെറുതായിട്ടൊരു സോഫ്റ്റ് പീക്ക് വരുന്ന ആ ഒരു അവസ്ഥയിൽ എത്തിച്ചിട്ടായിരുന്നു കേട്ടോ ഞാൻ കേക്ക് ചെയ്ത് തുടങ്ങിയത്. പിന്നെ കേക്ക് ചെയ്ത് വന്നപ്പോൾ ഞാൻ മുറിച്ചു കേട്ടോ. മുറിച്ചപ്പോൾ സൈഡ് പൊട്ട് മീൻസ് ആ ലെയറിൻ്റെ സൈഡ്, ഇത് 2 kg കേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ 1 kg പോലെ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റില്ല. അങ്ങനെ അങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനും പേടിയൊക്കെ ആയി. പിന്നെ ഇത് 2 kg ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ. നേരത്തെ നമ്മുടെ ഇന്ന് കസ്റ്റമർ വാങ്ങിച്ചിട്ടുണ്ട്. കസ്റ്റമറിൻ്റെ ഫീഡ്ബാക്ക് ഞാൻ ഇതിൻ്റെ വീഡിയോൻ്റെ അവസാനം കൊടുത്തിട്ടുണ്ട്, നിങ്ങളതൊന്ന് കേട്ട് നോക്കാം കേട്ടോ. അങ്ങനെയൊക്കെ എനിക്ക് ഡിസൈനും എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. നേരത്തെ കസ്റ്റമർ എനിക്ക് കറക്റ്റ് എല്ലാം പറഞ്ഞു തന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര സിമ്പിളായിരുന്നു. പിന്നെ ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുക പുഷ്പങ്ങളൊന്നും വരച്ചിട്ടില്ലല്ലോ, ഒന്ന് പുഷ്പിച്ചാലോ എന്ന് കേക്കിനെ കൊണ്ട്. അപ്പോൾ കേക്കിനെ കൊണ്ട് ഇന്ന് പുഷ്പിക്കാമെന്ന് വിചാരിച്ച് കുറേ റോസസൊക്കെ ഞാൻ വരച്ചു കേട്ടോ. പിന്നെ ഇടയ്ക്ക് വെച്ച് ക്രീം തീർന്നു പോലെ മൊത്തത്തിൽ ഇങ്ങനെ പേടിപ്പെടുത്തുന്നൊരു ഇതായിരുന്നു കേട്ടോ ഈ കേക്കിൻ്റെ വർക്ക്. അവസാനം ഞാൻ ക്രീമൊക്കെ വാങ്ങി വന്നു. ക്രീമൊക്കെ വെച്ച് കേക്കൊക്കെ ചെയ്തു. ഞാൻ കേക്ക് ഫോട്ടോ അയച്ചു കൊടുത്തു കേട്ടോ കസ്റ്റമറിന്. അപ്പോൾ കസ്റ്റമർ ഓക്കെ പറഞ്ഞു, വാങ്ങിക്കാൻ വന്നവർ കൊണ്ടുപോയി. എനിക്ക് തിരിച്ച് വന്നപ്പോൾ അവർ ലൈക്ക് എനിക്ക് തിരിച്ചൊരു വോയിസ് അയച്ചു. എനിക്ക് കേൾക്കാൻ ഭയങ്കര പേടിയായിരുന്നു. ആ വോയിസ് എന്തായാലും ഞാൻ ഇട്ടിട്ടുണ്ട്, കേട്ടോ കേട്ടോ. കേക്ക് കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു, എല്ലാവർക്കും നല്ല അഭിപ്രായം.